ഇതിന്റെ ഒരു ഫോട്ടോ അയക്കും, ഇത് കാണുന്നില്ല. പിന്നെ ഇതെന്തായാലും ഇനി സ്ഥിരം കഴിക്കേണ്ട ഒരു ഗുളികയാണ്, നമ്മളെ പഴയ സ്റ്റോക്ക് തന്നെ കഴിക്കുന്നത്. BP ടാബ്ലറ്റ് പകുതി കഴിച്ചാൽ മതി. ഇതിന്റെ ഏതാണെന്ന് അറിയുന്നില്ല, മരുന്നുള്ള ഭാഗം കട്ട് ചെയ്തിട്ടാണുള്ളത്. ഈ വേദനയുടെ ഗുളിക ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, എന്തെങ്കിലും വേണമെന്നില്ല. ഇപ്പൊ വിറയലിനുള്ള ഇതിൽ പക്ഷെ കുറേ എണ്ണം ഉണ്ട്, എനിക്ക് വായിച്ചത് മനസ്സിലാവുന്നില്ല. അത് മറ്റിച്ചായി നിങ്ങൾക്ക് ഗൂഗിള് സ്കാനിങ് ഉണ്ടാവുമല്ലോ. പക്ഷെ അത് നമുക്ക് വേറെ എന്തെങ്കിലും അതിന് കണക്കാക്കിയിട്ട് അവർ കാണിക്കും, ഒരു ബുദ്ധിമുട്ടാവും. ശരിയായ മരുന്നാണോ ഇല്ലയെന്ന് മനസ്സിലാവും. ഇപ്പോൾ വിറയിൽ നമുക്ക് നോക്കട്ടെ. പിന്നെ രണ്ട് കാര്യങ്ങൾ, മൂത്രത്തിന്റെ ട്യൂബ് കൃത്യമായിട്ട് മാറ്റുന്നുണ്ടോ? ഇപ്പം വരുമ്പോൾ മാറ്റിയതാ. മാറ്റിയില്ലേ? അത് ഉള്ളിൽ നിന്ന് മാറ്റിയ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. പാലിയേറ്റീവിൻ്റെ ഒരു വന്ന് മാറ്റി. തലേന്ന് നോക്കട്ടെ, എന്താ തലയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? തലയിലെന്താ? തലയിൽ മുടി ഉള്ളിൽ ചെറുങ്ങനെ എന്തോ ഉണ്ടായിട്ട് മുടി ചീർപ്പുകൊണ്ട് വരുമ്പോൾ വേദന. നടക്കും വാക്കർ പിടിച്ചിട്ട് വല്ല കാല് പൊന്തുന്നില്ല തീരെ. ഭക്ഷണം കുറവാണ്, അത് നല്ല ഭക്ഷണം പാലും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല, കഴിക്കൂല. ഇതിന് കുറച്ചൊരു ഉച്ചക്ക് ലേശം ചോറുണ്ട്. ഒത്തിരി ഇപ്പൊ BP 180-100 ഉണ്ട്. രാവിലെയും വൈകുന്നേരം ആയിക്കോളി കേട്ടോ, ഒരു ഗുളിക വെച്ചിട്ട്. നൂലക്കുരുവിൻ്റെയാ പിന്നെ വേണ്ടത് വെച്ചാല് ഒരു സിറപ്പ് ഇതാക്കാം, വയറ്റിന് പോകാൻ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. സുഖമായിട്ട് പോകാൻ. അത് കിട്ടും, നിങ്ങൾ പറഞ്ഞാൽ ഗൂഗിളും കിട്ടുന്നില്ല. കിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല. തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ അമ്മ ചോദിക്കുന്നത് അരിശത്തുണ്ടെന്ന് അമ്മ പറയണം. ഇടയ്ക്കല്ല ഒരു ബ്ലേഡ് പോകും ചിലപ്പോൾ. അത് എങ്ങനെ വരുന്നറിയില്ല. ചിലപ്പോൾ ഈ ഉമ്മ ഈ അപ്പി പോരാണ്ടാവും പിരിച്ചെടുക്കും. ചിലപ്പോൾ ഇങ്ങനെ വയറ്റുന്ന ദിവസമായിട്ട് മൊത്തം പോക്കുണ്ട്. ഇടയ്ക്കല്ല, തീരെ പോകാൻ പറ്റുന്ന സമയത്ത് ആ സമയത്ത് വേണമെങ്കിൽ കൊടുത്തോളൂ ഈ സിറപ്പ് കേട്ടോ. ഒരു 15 അങ്ങനെ വയറ്റിൽ നിന്ന് പോകാൻ പ്രശ്നമുള്ള ദിവസങ്ങളിൽ കൊടുക്കുക. എക്കോസ്പിരിൻ ഗോൾഡ് എന്നുള്ളൊരു ഗുളിക സ്ഥിരമായിട്ട് എന്തായാലും കഴിക്കണം. പിന്നെ BP ഗുളിക ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ BP 180-100 അപ്പോൾ ആ കഴിക്കണം, നിങ്ങൾ എന്താണോ കഴിക്കുന്ന 10 minutes ആക്കുന്നത് 40, അത് രാവിലെയും വൈകുന്നേരത്തേക്കും ആക്കുക. ഒരു സിറപ്പ് ഈ വയറ്റിൽ നിന്ന് പോകുന്ന ആശ്വാസമാക്കാൻ വേണ്ടിയിട്ടുള്ളത് എഴുതിയിട്ടുണ്ട്. അത് രാത്രികൾ ഇപ്പൊ വയറ്റിൽ തീരെ പോവാത്ത 2 ദിവസമൊക്കെ ആകുമ്പോൾ ബാത്റൂമിൽ വെറുതെ പോയിരിക്കും. എന്താ വെച്ചാല് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നോണ്ടേ, നമ്മളല്ലേ പറഞ്ഞ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നോണ്ട് ആൾക്കൊരു തോന്നലായിരിക്കും വയറ്റിൽ പോവാൻ. അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. പിന്നെ ഭക്ഷണമൊക്കെ കുറവാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. വിശപ്പ് തീരെ, വെള്ളം കുടി കുറവാണ്. വെള്ളം കുടി ഭയങ്കരമായിട്ട് കുറവാണ്. മുട്ടയൊന്നും കഴിക്കണ്ട, മുട്ടയുടെ വെള്ളമൊക്കെ കഴിച്ചോളൂ. കഴിക്കല മുട്ടയുടെ വെള്ളമൊക്കെ കഴിച്ചോളി. മുട്ടയുടെ വെള്ളമൊക്കെ കഴിക്കാം, മുട്ടേൻ്റെ വെള്ളം കഴിക്കാം. ഈ വിറയില് കുറച്ച് കൂടുതലായിട്ടുള്ളതേ ഇപ്പൊ അടുത്ത് തുടങ്ങിയതാ. അപ്പൊ അത് നമ്മുടെ കുറച്ച് പ്രായമാരിലേക്ക് ഉള്ള പാർക്കിൻസൺ രോഗത്തിലേക്ക് ചിലപ്പോൾ തുടക്കമായിരിക്കണം. വേണമെങ്കിൽ മരുന്ന് ഇപ്പത്തേക്ക് വേണ്ട, അടുത്ത വട്ടം നോക്കിയിട്ട് ഇട്ടാ പോലെ. ഭയങ്കര വിറയലുണ്ടോ? അത് ചിലപ്പോ ഈ വാക്കർ പിടിച്ച് നടക്കുന്നത്, ചിലപ്പോ ഈ വിറയൽ പിടുത്തം മാറിപ്പിന്റെ ഒരുപടി ബാത്റൂമിൽ വീണതാ. അങ്ങനെ തന്നെ ഇതായിട്ട് അത് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിക്ക് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിന് മോക്കലുണ്ട്. അത് തവയായിട്ടൊരു വിറയലുണ്ട്. ഒരിക്കലും ഒരു വിറയൽ വന്നിട്ടുണ്ട്. മൂത്തുമില്ല അത് കുറേ പണ്ടേ ഇല്ലേ, കുറേ കുടിയുണ്ട്, ഉഷാറുള്ളതേ ഉണ്ട്. ഞാനത് വളരെ കുറഞ്ഞ ഡോസിൽ നമുക്കൊന്ന് തുടങ്ങി നോക്കാം. കുട്ടികളുടെ റെസ്പോൺസ് ഉണ്ടോ നോക്കി എന്നിട്ട് പറഞ്ഞിട്ട് അനുസരിച്ച് കൂട്ടണോ കുറയ്ക്കണോ. ചോരയില്ല എന്ന് പറയും എടുക്കാൻ. അത് അര ഗുളിക വെച്ചിട്ട് ഞാനൊന്ന് തുടങ്ങി നോക്കാണ്. എന്നിട്ട് നിങ്ങള് മെച്ചമുണ്ടോ ഇല്ലയോ എന്ന് പറയും കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കൂട്ടണോ കുറയ്ക്കണോ തീരുമാനിക്കാം കേട്ടോ. പിന്നെ ആഴ്ചക്കറി ഗുളിക കുടിക്കലുണ്ട്, അതിപ്പോൾ കുടിക്കുന്നില്ല. ഈ വിറ്റാമിൻ്റെ എല്ലാം ഞാനൊരു കാൽഷ്യം വൈറ്റമിൻ D വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ.
വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാ? എന്തെങ്കിലും പറയണ്ട? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മൂലക്കുരുണ്ട്, അത് പറഞ്ഞിക്ക്. അത് ഞാൻ സിറപ്പ് എഴുതിയിട്ടുണ്ട്. അത് സിറപ്പ് അരിക്ക് മൂലക്കുരുണ്ട്. അത് ദഹനൻ്റെ ഇതല്ലേ, ദഹനം നടക്കാത്തതുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത്. അതെല്ലാവർക്കും ഉണ്ടാവും, പിന്നെ പ്രായമായി. അത്യാവശ്യം എനിക്ക് തോന്നുന്ന കുറച്ച് മരുന്നുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ വ്യത്യാസം ഉണ്ടോ നോക്കി നോക്കി കേട്ടോ. ഓക്കെ. വേദനകളുണ്ടോ ഈ തലയിലെ വേദന അല്ലാണ്ട്? വേറെ എവിടെയെങ്കിലും വേദന ഉണ്ടോ തലേൻ്റെ അല്ലാത്ത? അത് വേദന ഇപ്പൊ പറയൂ. അത് ഡോക്ടർമാർ ഇതെല്ലാം വേദന കുറച്ച് കൊണ്ടുവന്ന ഗുളിക കുറച്ചിട്ട് ഈ ഭാഗ ഈ ഭാഗം വേദന, ഈ ഭാഗം. എല്ലാം പറഞ്ഞോ വയ്യ, അങ്ങ് പോയിട്ട് ഞങ്ങളെ പറയണ്ട. എല്ലാം പറഞ്ഞോ ഇപ്പോൾ എന്തെല്ലാം ഭക്ഷണം എല്ലാം പറഞ്ഞു. എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത വട്ടം നോക്കിയിട്ട് കുറച്ചൊന്നും കുറയ്ക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പൊ പണി ഒരു മാസം കഴിഞ്ഞിട്ട് എഴുതി. അടുത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ? ആ ഒരു മാസം കഴിഞ്ഞിട്ടൊന്ന് വരും കേട്ടോ. ഓക്കെ. ഞാൻ അധികം വേദനയുടെ ഗുളികളൊക്കെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കിയോ. ശരി കേട്ടോ. വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്യട്ടോ വരുമ്പോൾ. ഇത് പൈപ്പിന് ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല, പൈപ്പിന് ഒഴിവാക്കാൻ. എന്തിനാണ് ഇട്ടതിനനുസരിച്ചിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട് ഇട്ടതിനനുസരിച്ചിട്ടാണ്. ഇല്ല അതിന് ഒഴിവാകാൻ പറ്റൂല പൈപ്പിൽ നിന്ന്. ഒഴിവാക്കി നോക്കി നോക്കാം. പിന്നെ നോക്കിയാൽ മൂത്രം വരില്ല. അത് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ചുരുങ്ങി പറ്റുന്നില്ലെങ്കിൽ ഇട തന്നെ വേണ്ടി. അത് കാണിച്ച് നമുക്കുണ്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഇടാണ്ട് രക്ഷയില്ലാന്നിട്ട് അത് ഊരിയാലും നമുക്ക് മൂത്രം പോകും. പിന്നെ അത് ഫുള്ള് മൂത്രം ബാത്റൂമിൽ തന്നെ ഇനി പോയിട്ടുണ്ടാവും. മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, മൂത്രം പോകില്ല. ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതിയിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എഴുതി. നിങ്ങൾ അവിടെ പോയിട്ട് ഫാർമസിയിൽ പോയിട്ട് പ്രിന്റ് എടുത്തുള്ളത് കാണാം. എന്നിട്ട് നോക്കി നോക്കിട്ടോ. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ശരി, താങ്ക് യു.